ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. RSS ആരെയാണ് കൂടുതൽ സഹായിച്ചെന്ന തർക്കമാണ് ഈ ചർച്ചയിൽ LDFും UDFും അങ്ങോട്ട് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ മാഹാത്മ്യ പ്രാധാന്യം എന്താണെന്ന് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. മറ്റൊന്ന്, ബഹുമാനായ രവീന്ദ്രനാഥ് സാർ അദ്ദേഹം പറഞ്ഞു, ഈ ബഡ്ജറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കേന്ദ്രം BJP ഭരിക്കുന്നത് പോലെ കേരളവും അങ്ങനെയായി തീരും. വ്യക്തമായ സൂചന അദ്ദേഹം ഇവിടെ നൽകി കഴിഞ്ഞു. ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വപ്ന പദ്ധതികൾ നിരത്തി പുകമറ സൃഷ്ടിച്ച ഒരു ബഡ്ജറ്റ്, യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ സ്വപ്ന പദ്ധതികൾക്ക് സാമ്പത്തിക വീതം എങ്ങനെ കണ്ടെത്തും എന്നൊരു ദിശാബോധവും ഈ ബഡ്ജറ്റിനില്ല. വൻ പദ്ധതികൾക്ക് വളരെ കുറച്ച് മാത്രം വിഹിതം. അരനൂറ്റാണ്ട് ഇവർ രണ്ടുപേരുമാണ് ഭരിച്ചത്. കേരളം ഇന്ന് എത്രമാത്രം കണക്കടിയിൽ നിൽക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ബഡ്ജറ്റിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് കാണാൻ മനോഹരമാണ്, സന്തോഷം നൽകുന്നുണ്ട്. പക്ഷേ എത്ര പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കപ്പെടുമെന്ന്, അതിന്റെ സാമ്പത്തിക നില എങ്ങനെയാണെന്ന് ഈ ബഡ്ജറ്റിൽ എങ്ങും വകയിരുത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനം, ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിട്ട് ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം വയോജനക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞു. ജനസംഖ്യയിൽ 20% വയോജനങ്ങളാണ് എന്ന് അടക്കം അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷേ ആ സ്വപ്ന പദ്ധതിക്ക് അദ്ദേഹം വകയിരുത്തിയത് 10 കോടി രൂപ. അതേപോലെ തന്നെയാണ് ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിനും അദ്ദേഹം 10 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതി ഈ ഗ്ലോബൽ ഫർണിച്ചർ മാർട്ടിന് സമാനമാണോ എന്ന് കേരള സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 25,000 കോടി രൂപയുടെ നികുതി പിരിക്കാനുണ്ട്. അതെങ്ങനെ പിരിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടില്ല. മാത്രമല്ല, മുൻ ബഡ്ജറ്റിൽ ഒരുപാട് തുക വെട്ടിക്കുറച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നത് ഇത് എങ്ങനെ വെട്ടിക്കുറച്ചെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഏതോ ക്ലർക്കിനെ കേൾപ്പിച്ചിട്ട് ഈ തുക വെട്ടിക്കുറയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വരണം. ഇവിടുന്ന് വിദ്യാർത്ഥികൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാൻ പോകുന്നു. ആ വിദ്യാഭ്യാസ മേഖലയിൽ മുൻ ബഡ്ജറ്റിൽ നിന്ന് 302 കോടി രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ പറയുന്നതും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാർ, ഈ ബഡ്ജറ്റ്